എടോ താൻ അപ്പച്ചിയെ മനസ്സിൽ സങ്കല്പിച്ചോണ്ട് ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്താൽ മതി. അത് അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടോളും. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് മാളുവിന് ഇഷ്ടമല്ലല്ലോ. ഞാൻ മാല സെലക്ട് ചെയ്തോളാം. സാറ് കൊണ്ടേ കൊടുക്കണം. എടോ അത് പറ്റില്ല. പോകുമ്പോ ഒന്നിച്ചു പോയാ മതി. എനിക്ക് പേടിയാ സാറേ. എടോ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി തനിക്ക് എപ്പ അപ്പച്ചി കാണണം തോന്നിയാലും മടിയൊന്നും കൂടാതെ പോവാം. ഒറ്റയ്ക്ക് പോണ്ട, നമുക്ക് ഒന്നിച്ചു പോവാം. വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്? നമ്മള് വഴക്കുണ്ടാക്കാൻ വേണ്ടി പോകുന്നതല്ലോ. അവരോരോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ലേ. അത് കാര്യാക്കണ്ട. എടോ തന്നേക്കാൾ ഏറെ ഇളയതാ മാളു. അതുകൊണ്ട് തനിക്ക് അവളോട് ക്ഷമിക്കാം. എനിക്ക് ക്ഷമിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാളുവിനെ വെറുതെ എന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നേ? ആ ദേഷ്യമൊന്നും ഉടനെ തീരില്ല. മാളുവിന്റെ ഏട്ടത്തിടം തെറ്റിദ്ധാരണയും അതില് ശ്രദ്ധിക്കേണ്ടെന്നാ ഞാൻ പറയുന്നത്. നമ്മൾ നാളെ എവിടെ പോകുന്നു, അപ്പച്ചിക്ക് മാല കൊടുക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് പുറപ്പെടുന്നു. ആ നേരത്തുള്ള അപ്പച്ചിയുടെ സന്തോഷം മാത്രം താൻ നോക്കിയാൽ മതി. സമ്മതാണോ? എന്നാ രാവിലെ തന്നെ പോകാൻ റെഡിയായിക്കോ. എന്താ? ഓ ശരി. നിങ്ങളൊക്കെ അവളെ ഇത്രമാത്രം സ്നേഹിക്കാൻ, അവളുടെ പേരിൽ സ്വത്ത് എഴുതി കൊടുക്കാൻ എന്താണ് കാരണം? ഞങ്ങൾക്കില്ലാത്ത എന്ത് ഗുണം അവൾക്കുള്ളത്? അത് നിങ്ങൾ സ്വയം തിരിച്ചറിയണം. അരുൺ മൂലമാണ് കാർത്തുവിനെ നമ്മുടെ കുടുംബത്തിലുള്ളവർ പരിചയപ്പെടുന്നത്. കുട്ടിക്കാലം മുതലേ നിന്നെ അരുണിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നതാ ഇവള്. പിന്നെ എന്തുകൊണ്ടാ അരുൺ നിന്നെ സ്നേഹിക്കാതെ കാർത്തുവിന്റെ പുറകെ പോയത്? അവിടെയാണ് സ്വന്തം സ്വഭാവത്തെ നമ്മൾ അളക്കേണ്ടത്. നിന്റെ ചേച്ചി അനന്തുവിന് അത്യാവശ്യം തലവേദനയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്നാ അരുണിന് കാർത്തു ജീവിതത്തിലേക്ക് വന്ന ശേഷം അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതാ അവസ്ഥ. ഒരാള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അയാളെ നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരുപാട് പ്രത്യേകതകളുണ്ട് അവൾക്ക്. അമ്മയില്ല, അച്ഛനില്ല, കാട്ടിക്കടന്ന് കിട്ടിയതാ. ഇതൊക്കെ ആർക്കും ഇല്ലാത്ത പ്രത്യേകതയാ. കുഞ്ഞുങ്ങൾ അനാഥരാകുന്നത് അവരുടെ കുഴപ്പമല്ല. ഇവിടെ പക്ഷെ കാർത്തുവിനെ സംരക്ഷിക്കാൻ കുഞ്ഞുനാൾ മുതലേ ആൾക്കാരുണ്ട്. അവൾ അനാഥയാണെന്ന് ഒരിക്കലും കണ്ടം പറഞ്ഞിട്ടില്ല. അയാൾ അവളുടെ അച്ഛനും ഏട്ടനും ഒക്കെയാ. വകയിലൊരു അച്ഛൻ, ഏട്ടൻ. അയാളോ ജയിൽ പുള്ളി. അങ്ങനെയൊന്നും നീ പറയണ്ട. കാർത്തുവിന് പാമ്പൻ വിഷം കൊടുത്തു. അതിന് കാരണക്കാരി നീയും നിന്റെ ചേച്ചിയാ. നല്ല നിലയിൽ കേസ് നടന്നിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇപ്പൊ ജയിലിലായനെ. എന്നാ പിന്നെ കേസ് നടത്തായിരുന്നില്ലേ? ഇവിടെ നിന്ന് ഓരോ കാഴ്ചകൾ കാണുന്നതിലും നല്ലത് ഇത്തരം സംസാരം കേൾക്കുന്നതിലും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാ. കുറെ നാള് കൂടിയിട്ട് മുത്തശ്ശൻ വന്നത് ഞങ്ങൾക്ക് സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യം പറയാനല്ല, അവക്ക് കൂടുതൽ കൊടുക്കുന്ന കാര്യം പറയാനാ. അപ്പച്ചി വന്ന് പറഞ്ഞു, മുത്തശ്ശൻ നമ്മളെ വിളിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ പോയില്ല. ആ അവസരമൊക്കെ അവള് മുതലാക്കിക്കൊണ്ടിരിക്കുക. അരുൺ മുത്തശ്ശന്റെ കൊച്ചുമോനാ. പക്ഷെ അവളോ, അവക്ക് മുത്തശ്ശനുമായിട്ട് എന്താ ബന്ധം? അതുപോലെയാണ് നമ്മൾ രണ്ടാളും മുത്തശ്ശന്റെ കൊച്ചുമക്കളാ. അതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക് അവളുമായിട്ട് എന്ത് ബന്ധമുള്ളത്? മക്കളുള്ളപ്പോ ഞങ്ങൾക്ക് തരുന്ന പോലെ അവൾക്ക് കൊടുക്കേണ്ട കാര്യം എന്താ? ഇതൊക്കെ നീ എന്നോടല്ല ചോദിക്കണ്ടേ, നിന്റെ അമ്മയോട് പോയി നേരിട്ട് ചോദിക്കും. അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടേക്ക് വരുമ്പോ ഞാൻ അമ്മയെ അടിച്ചിറക്കുക. അങ്ങനെയുള്ള അമ്മയെ ചോദ്യം ചെയ്യാൻ എനിക്ക് എന്താ അവകാശം? പിന്നെ ഈ സ്വത്തെല്ലാം കണ്ണി കണ്ടവർക്ക് പൊയ്ക്കോട്ടെ എന്നാണോ? എനിക്കൊന്നും അറിയില്ല അനന്തുവേട്ടാ. ഇങ്ങനെ പോയാ ഞാൻ എന്റെ അമ്മയെ കൊല്ലും. കൊല്ലാനും തിന്നാനും നിൽക്കാതെ നയപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്ക്. ഇവിടെ നയപരമായിട്ട് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ മക്കളെ തള്ളിക്കളഞ്ഞിട്ട് അവളെ സ്നേഹിക്കുന്ന അമ്മയോടും എനിക്കൊരു കോംപ്രമൈസും ഇല്ല. മുത്തശ്ശന്റെ അടുത്ത് അവളെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചതേ അമ്മ തന്നെയായിരിക്കും. അല്ലെങ്കിൽ മുത്തശ്ശൻ ഈ രീതിയിൽ അവളെ സ്നേഹിക്കത്തില്ല. അങ്ങനെയുള്ള അമ്മ ഇനി കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. അമ്മ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലും അതുകൊണ്ട് തന്നെ ഞാൻ സ്വത്തിലെ നല്ലൊരു ഭാഗം ഇവളുടെ പേരിൽ എഴുതി വെക്കാൻ പോവല്ലേ മുത്തശ്ശൻ?
ഇവളെന്തൊക്കെയാ പറയുന്നേ? അയ്യോ, ഒന്നും അറിഞ്ഞില്ലേ രണ്ടാളും? മുത്തശ്ശന്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടല്ലോ മുത്തശ്ശനെ സോപ്പിടാൻ. സ്വത്തിനും പണത്തിനും വേണ്ടി ആരെയും സോപ്പിടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അങ്ങനെയുള്ള ശീലമൊന്നും അരുണേട്ടനില്ലായിരുന്നു. പക്ഷെ ഇവളുടെ ഒപ്പം കൂടിയതിനു ശേഷം ഉണ്ടായി. ചെറിയൊരു കൂര മാത്രം മതി കാർത്തൂന് കഴിയാൻ. അതിനപ്പുറം മോഹങ്ങളൊന്നുമില്ല. പറയുമ്പോ അങ്ങനെയൊക്കെ പറയാ അരുണേട്ടാ. പക്ഷെ ഇവള് കയറി വന്നപ്പോ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തു. സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റി. അതിന്റെ ഫലമായി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. മാളു, കാർത്തു വീട്ടിൽ കയറി വരുമ്പോ മോശമായിട്ട് കാർത്തുവിനോട് പെരുമാറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അമ്മയുടെ കുടുംബത്തിൽ നിന്ന് ഇവൾ ഇറങ്ങിപ്പോയതിനു ശേഷം ഏട്ടത്തിക്കൊരു സമാധാനമുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വരരുതെന്ന്. നീ പറയുമ്പോ വരാതിരിക്കേണ്ട കാര്യം കാർത്തൂനില്ല. അങ്കിളിനും അപ്പച്ചിക്കും ഞങ്ങളിവിടെ വരുന്ന ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വരും. എന്നാ പിന്നെ എന്നെ പുറത്താക്കിക്കൂടെ നിങ്ങൾക്കൊക്കെ? മോളെ, നീ കാണിക്കുന്ന ദേഷ്യമൊക്കെ നിനക്ക് ദോഷമേ ചെയ്യൂ. ആയിക്കോട്ടെ. ആ മാല ഇവിടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? ഇതെനിക്ക് കാർത്തു തന്ന സമ്മാനമാണെങ്കിൽ ഇതെന്റെ കഴുത്തിലുണ്ടാവും എന്നും. നീ നിന്റെ ഏട്ടൻ വിളിക്കുമ്പോ പോവാറുണ്ടോ? സ്വത്തെല്ലാം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞതാ. കണ്ണേട്ടൻ സമ്മതിച്ചില്ല. ഇപ്പതേ എനിക്ക് അർഹതപ്പെട്ടതൊക്കെ തരാമെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുക. എന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചു, ബാങ്കിലേക്ക് കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. ദേ, അയാളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു പോകരുത്. എടോ, സ്വന്തം അമ്മയെ കാണിക്കാത്ത അവന്റെ പണം നിനക്കെന്തിനാ? സ്വത്തെന്തിനാ? ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിന് കണ്ണേട്ടൻ സമ്മതിക്കണ്ടേ? ഇപ്പോഴാണെങ്കിൽ ജീവേട്ടനും സമ്മതിക്കുന്നില്ലെന്നാ പറയുന്നേ. അയാള് സമ്മതിക്കാത്ത എന്തുകൊണ്ടാന്നൊക്കെ എനിക്കറിയാം. അല്ല, അതെങ്ങനെ സാറിനറിയാം? എന്റെ സാറേ, എനിക്ക് സംശയമുണ്ട്. കണ്ണേട്ടനെ കണ്ടപ്പോ സാറിന്റെ അപ്പച്ചി പതറി പോലെ എന്റെ ഏട്ടനും പതറിയത് എന്തുകൊണ്ടെന്ന്. കണ്ണേട്ടനെ കാണുന്നവരൊക്കെ പിന്നെ കണ്ണേട്ടന് മുമ്പിൽ പുച്ചടക്കി നിൽക്കുക. ഇവിടെ സാറിന്റെ അപ്പച്ചി പറഞ്ഞല്ലോ, കണ്ണേട്ടന്റെ തറവാട് വേണമെങ്കിൽ തിരിച്ചു പിടിച്ചു കൊടുക്കാമെന്ന്. അത്രയ്ക്കൊക്കെ സ്നേഹം അപ്പച്ചിക്ക് കണ്ണേട്ടനോട് തോന്നാനുള്ള കാരണം എന്താ? അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ജീവേട്ടന്റെ കാര്യവും. ജീവേട്ടനും പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്ത് സഹായം ചെയ്യാമെന്ന്. അതിനു വേണ്ടിയിട്ട് എന്ത് മറിമായ കണ്ണേട്ടൻ കാണിക്കുന്നെന്ന് എനിക്കറിയാത്തെ. കണ്ണേട്ടൻ എന്ത് കാണിച്ചാലും അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. എന്തായാലും നിന്റെ ഏട്ടനോട് പറയണം നമ്മുടെ ഈ നാട്ടിൽ കറങ്ങി നടക്കരുതെന്ന്. ആരാ? ഇവിടെ വേറെ ആരുമില്ലേ? ഞാനല്ലാതെ പിന്നെ സാറിന് വേറെ ആരെയാ കാണേണ്ടത്? അല്ല, ഇവിടെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നൊരു കുട്ടിയുണ്ടല്ലോ. വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടികളെ തേടി നടക്കുവാണോ? സാർ ആരാണെന്ന് പറ സാറേ. ഇവിടെ ഇപ്പൊ ആരുമില്ല, കുട്ടിയുമില്ല, കുട്ടിയുടെ കെട്ടിയോനുമില്ല. നിങ്ങളാരാ? അമ്മായി അമ്മയാണോ? അമ്മായി അമ്മയാണോന്ന് ചോദിച്ചാ അതുപോലൊക്കെ തന്നെയാ. ഞാനാ ഈ വീട്ടിലെ എല്ലാം. അതുകൊണ്ടല്ലേ വീട് എന്നെ ഏൽപ്പിച്ചിട്ട് അവര് പുറത്തു പോയത്. എന്നെ കണ്ട അമ്മായിയമ്മയാണെന്നൊക്കെ തോന്നൂല്ലേ? വലിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇപ്പൊ ഇത്തിരി ക്ഷയിച്ചു പോയി. അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാ. സെർവന്റ് ആണല്ലേ? സെർവന്റോ? ആര്? ഈ വീട്ടിലുള്ളവരെന്നെ അങ്ങനെ കരുതിയിട്ടില്ല. പിന്നെയാണോ വീട്ടിലേക്ക് വരുന്നവരെന്നെ വീട്ടുജോലിക്കാരിയാക്കുന്നത്? വീട്ടുജോലി ചെയ്യുന്നത് ഇത്ര കുറഞ്ഞ പണിയൊന്നുമല്ല. അതെനിക്കും അറിയാം. ഒരു വീടാവുമ്പോ അവിടെയുള്ള പെണ്ണുങ്ങൾ അടുക്കള ജോലിയൊക്കെ ചെയ്യും, വീട് നോക്കും, പ്രത്യേകിച്ച് അമ്മമാര് എന്ന് കരുതി അവരെയൊക്കെ ജോലിക്കാരിയായിട്ട്. നിങ്ങളുടെ പേര് പോലും കേൾക്കുന്നത് ദേവയ്ക്ക് ഇഷ്ടമല്ല. എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കാല കഥകളൊക്കെ മറന്ന് ജീവിക്കുന്നവളാ ദേവ. അവരെ ഇനി അതൊക്കെ ഓർമ്മിപ്പിക്കാൻ താൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദേവയുടെ അച്ഛനെ ഇടയ്ക്ക് കണ്ടിരുന്നു. എന്നിട്ട് നല്ല അനുഭവമായിരുന്നോ? സ്വാമി സാറ് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയോ? എന്താ ഒന്നും മിണ്ടാത്തത്?
തന്നെ കത്തിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി അവരുടേത്. അവരുടെ അരികിലേക്ക് ചെന്നിട്ട് തന്റെ വിശേഷം വിളമ്പേണ്ട കാര്യം എനിക്കെന്താ? സ്വർഗതുല്യമായൊരു ജീവിതമാണ് ഇപ്പൊ ദേവയുടേത്. ആയിക്കോട്ടെ, അവൾക്കിന്ന് നല്ലൊരു ജീവിതം കിട്ടണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടിയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരു പെൺകുട്ടിയെ തകർക്കാവുന്ന രീതിയിലൊക്കെ തകർത്തിട്ട് ഇനി അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. കാലപ്പഴക്കം കൊണ്ട് മനുഷ്യന്റെ ചിന്താഗതിയിലൊക്കെ മാറ്റം വരും. അങ്ങനെ ഒരു മാറ്റം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതായത് തനിക്ക് കുട്ടികളില്ല. അതൊക്കെ ദേവയോട് ചെയ്ത തെറ്റിന്റെ ഫലമാണെന്ന് താൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തന്റെ കൂടെ കഴിയുന്ന നീത എന്ന ഭാര്യ ഒരു സമ്പൂർണ്ണ പരാജയമാണ്. അതും തന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടാവണം. അങ്ങനെ വന്നപ്പോ സ്നേഹിച്ചവളുടെ കുഞ്ഞിനെ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായി. അതിന്റെ പിന്നാലെ താൻ അലയാനും തുടങ്ങി. എന്നാ അവിടെ തനിക്ക് തെറ്റിപ്പോയി ജീവ. അങ്ങനെ ഒരു കുഞ്ഞില്ലാന്ന് ഞാൻ പറഞ്ഞത് സത്യ. ഡോക്ടർ എത്ര പറഞ്ഞാലും അത് ഞാൻ വിശ്വസിക്കില്ല. ഇന്നോ നാളെയോ ഞാൻ ആ കുഞ്ഞിന്റെ അടുത്തെത്തും. എന്റെ മോളെ കാണും. എന്നിട്ട് നിങ്ങളാണ് അവളുടെ അച്ഛനെന്ന് പറയുമോ? അവൾ എന്തെങ്കിലും സംശയം ചോദിച്ചാ നടന്നൊക്കെ തുറന്നു പറയോ? അങ്ങനെ ചെയ്യാൻ മാത്രം ക്രൂരനൊന്നുമല്ല ഞാൻ. പിന്നെന്തിനാ താൻ അങ്ങോട്ട് പോകുന്നത്? ഭർത്താക്കന്മാര് പൊട്ടന്മാരായ അങ്ങനെ. അവരുടെ പെണ്ണിന് മനോഗുണം ഇല്ലെങ്കിൽ അവര് നമ്മളെ എങ്ങനെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കും. ദീപനെങ്കിലും എന്നോട് ഇക്കാര്യം ഒന്ന് പറയായിരുന്നു. എന്നോട് വിജിതേ പറഞ്ഞത് ഈ കാര്യം ആരോടും പറയരുതെന്ന്. അവൾ എന്റെ അടുത്തുനിന്നൊന്നും മറച്ചു വെക്കാത്താണല്ലോ. അതെ, ഇവിടെ എന്തായാലും ഞങ്ങൾ പൊന്നു വിളയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വിളവെടുപ്പ് നടക്കുമ്പോ വിറ്റ് കിട്ടുന്ന തുകയിൽ ഒരു അംശം നീ ആവശ്യപ്പെടുകയാണെങ്കിൽ നിനക്ക് തരും. അതിലും നല്ലത് ഏതെങ്കിലും അമ്പലമറ്റത്ത് പോയി യാചിക്കുന്നതല്ലേ. ഒരു സമയത്ത് കണ്ണൻ തരുന്ന പണത്തിന് നിനക്ക് വിലയുണ്ടായിരുന്നു. അവനൊരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല. അന്ന് മാസാമാസം കൈ നീട്ടണ്ട, കൊണ്ടു തരുമായിരുന്നു. ഞാനും വന്നിട്ടുണ്ടല്ലോ നിന്റെ ഹോസ്റ്റലില്, നിന്നെ കാണാനും പൈസ തരാനും ഒക്കെ. ഞങ്ങൾ ഒരുപാട് പേരുടെ വിയർപ്പാടാ നിന്റെ പേരിന് മുന്നിലുള്ള ഡോക്ടർ. പ്രാഗിക്കൊണ്ടായിരിക്കും എല്ലാരും പൈസ തന്നത്. അതുകൊണ്ടാ എനിക്കത് ഉദയി കിട്ടാത്തത്. അല്ല നിന്റെ കയ്യിലിരിപ്പല്ല. ഡോക്ടറെ, ഡോക്ടർ പോവാൻ നോക്ക്. എനിക്ക് അവകാശപ്പെട്ട പറമ്പല്ല ഞങ്ങൾ പണിയെടുക്കുന്നത്. അതല്ല, ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് വിജിതയോടോ അല്ലെങ്കിൽ അവളുടെ അമ്മയോടോ ചോദിച്ചാൽ മതി. മാമിക്കും ഈ പ്രോപ്പർട്ടി വിട്ടെന്ന് അറിയാമോ? പിന്നെ ഇടയ്ക്ക് വിജിതയുടെ അമ്മയും ഇവിടെ വന്ന് ഞങ്ങൾ പണിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടാണല്ലോ പോയത്. അല്ല, എന്നിട്ട് അവരാരും ഇതുവരെ ഡോക്ടറോടൊന്നും പറഞ്ഞില്ലേ? ആരും ഒന്നും പറഞ്ഞില്ല. നീ ദീപനത് വിറ്റത് തെറ്റായി പോയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു സൂചന പോലും എനിക്ക് തരാതിരുന്നത് വലിയൊരു ചതിയായിപ്പോയി. ഉണ്ണിയേട്ടൻ ജയിലിൽ കിടന്ന സമയത്താ ഇതൊക്കെ സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് നീ എന്നെ ജയിലിൽ കാണാൻ വരണമായിരുന്നു. എന്നിട്ട് ഇതേപ്പറ്റി പറയണമായിരുന്നു. നീ അത് കിട്ടിയ വിലക്ക് വിറ്റ് കാണും. 3.5 ഏക്കർ ഇപ്പോ ഒന്നിച്ചെടുക്കാനൊന്നും ആളില്ല. അതുകൊണ്ട് സെന്റ് നീ പറയുന്ന വിലയൊന്നും കിട്ടിയില്ല. എങ്കിലും ഒരു 2-2.5 കോടിയെങ്കിലും കാണത്തില്ലേ? അതെത്രയെന്നൊന്നും ഞാൻ പറയില്ല. നീ എനിക്ക് തരണ്ട. എങ്കിൽ പിന്നെ അതേപ്പറ്റി ചോദിക്കണ്ട. ഉണ്ണിയേട്ടൻ എന്തെങ്കിലും പണിയെടുക്കണം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് ജീവിക്കണം. അത്രമാത്രം ചിന്തിച്ചാ മതി. ആയിക്കോട്ടെ, ഇനിയിപ്പോ അതിന്റെ പേരിലൊരു തർക്കത്തിന് ഞാനില്ല. എന്ത് ചെയ്താലും ശരി, ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഒരിക്കലും ചതി പറ്റരുത്. ഉണ്ണിയേട്ടന് ചതി പറ്റാതെ നോക്കിയാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്നും ഈ ആത്മവിശ്വാസം കൂടെ കാണണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം വിജിതേ. ആരെന്നോട് എന്തൊക്കെ പറഞ്ഞില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീ പറയാതിരുന്ന അതെനിക്ക് വേദനയാ. ദീപേട്ടൻ ചെയ്ത ത്യാഗം വെച്ച് നോക്കിയാ അത് അത്ര കൂടുതലൊന്നും അല്ല. എന്നാ പിന്നെ ഈ വീടും പറമ്പും കൂടി അവന്റെ പേരിലങ്ങ് എഴുതി കൊടുക്ക്. വേണ്ടി വന്നാ അതും ചെയ്യും. നിന്റെ പപ്പ നിന്റെ പേരിലല്ല എഴുതി തന്ന അടി. അങ്ങേർക്ക് പറ്റിയ മണ്ടത്തരം. വെറുതെ വഴക്കിനൊന്നും നിക്കണ്ട. അതൊന്നും ഇവിടെ ചെലവാകത്തില്ല. അവനെ ആയിരിക്കും വിളിക്കുന്നത്. അല്ലാതെ വിളിക്കാൻ വേറെ ആരും എനിക്കുള്ളത്. ആ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു.
അവിടെ പൊട്ടലും ചീറ്റലും ഒക്കെ തുടങ്ങിയോ? തുടങ്ങി. ഞാൻ ആ വസ്തു ദീപേട്ടന് വിറ്റെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനും അങ്ങനെ പറഞ്ഞത്. അറിഞ്ഞു. അല്ല, വസ്തു വിറ്റ് കിട്ടിയ പണമൊക്കെ എന്ത് ചെയ്തെന്ന് ഉണ്ണി ചോദിച്ചില്ലേ? അത് അന്തസ്സായിട്ട് ഞാൻ ബാങ്കിൽ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങേരുടെ നാവ് അടപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉറപ്പായിട്ടും ദീപേട്ടൻ ഇവിടെ വരണം രാത്രിയില്. എന്തിനാടി വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നേ? എനിക്കിന്ന് എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കാണണം. ഉണ്ണിയെ കേൾപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇത് പറയുന്നത്? ഉണ്ണിയേട്ടൻ മുകളിലെ മുറിയില്ല, വേണമെങ്കിൽ കേൾപ്പിക്കാൻ വേണ്ടി പറയാം. അതെല്ലാം നീ ചെയ്യുമെന്ന് എനിക്കറിയാം. രാത്രി വരാൻ പറ്റുമോ ഇല്ലയോ? നോക്കട്ടെ. അങ്ങനെ നോക്കണ്ട, ഉറപ്പായിട്ടും വരണം. ശരി. അവൻ വരുവോ? വരുമ്പോ കാണാലോ. ഇനി അതോടെ ഉണ്ണി അറിയാനുള്ളൂ. അതും അറിയട്ടെ. അവനൊരു പാവമായതുകൊണ്ട് നിന്റെ ശരീരം നോവത്തില്ല. വേറെ വല്ല ആണുങ്ങളായിരുന്നെങ്കിൽ നിന്നെ ഒരു മൂലയ്ക്ക് കൊന്നു വെച്ചാനെ. അത് അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവനൊരു ഡോക്ടർ ആയതുകൊണ്ട് അവന് കുട്ടികളുണ്ടാവോ ഇല്ലയോ എന്ന് നിഷ്പ്രയാസം അറിയാവുന്നതേ ഉള്ളൂ. ഇനി അവനെ കാണുമ്പോൾ ഞാൻ പറയാം, അവന് കുട്ടികളുണ്ടാകോ ഇല്ലയോന്ന് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൊണ്ട് നോക്കിക്കാൻ. അങ്ങനെയെങ്കിലും അവൻ അവിടെ പിടിന്ന് രക്ഷപ്പെടുന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. അല്ലെങ്കിലേ നാട്ടുകാരെല്ലാം കൂടെ രാത്രിയില് ദീപനെയും വിജിതയും കൈയോടെ പിടിക്കുക വേണ്ടത്. അങ്ങനെ എത്ര സ്ഥലത്ത് നടക്കുന്നു. ഇവിടെ പക്ഷെ ദീപനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റില്ലെന്നേ. ഒന്നാമത് ഉണ്ണിയെ എല്ലാം എങ്ങനെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുക അവള്. ഭർത്താവ് ജയിലിൽ നിന്ന് വന്നതില് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭാര്യ. ദീപന്റെ മൂത്തേട്ടൻ ഡോക്ടറാന്നല്ലേ പറഞ്ഞേ? അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ദീപനെ ഈ കെണിന്ന് രക്ഷിക്കായിരുന്നു. അയാൾ അതിനേക്കാളും പ്രശ്നക്കാരനാ. ആര്? ദീപന്റെ ഏട്ടനോ? ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. എനിക്ക് വേണ്ട. അതെന്താ അങ്ങനെ? വിശപ്പില്ല. ഒരേ ആലോചനയാണല്ലോ. പഴയ കാമുകിമാരാരെങ്കിലും മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വയറ് നിറഞ്ഞത്. ഏത് നേരം ഇതിനെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്നും രാത്രിയില് ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്? ഇന്ന് പിന്നെന്താ ഒരു മാറ്റം? എനിക്കൊരു മാറ്റവും ഇല്ല. ഞാനിപ്പോ പേഷ്യൻസിന്റെ എണ്ണം പോലും കുറച്ചത് നിന്റെ ഈ സംശയം കാരണം. പേഷ്യൻസിന്റെ എണ്ണം കുറച്ചത് നിങ്ങൾക്ക് പുറത്തു ചുറ്റാനാ, കറങ്ങി നടക്കാനാ. നീ തന്നെ രണ്ടും കൂടെ പറയരുത്. രോഗികളുടെ എണ്ണം കൂടിയ പെൺകുട്ടികളെ കാണാനാണെന്ന് പറയും, കുറഞ്ഞാലോ പുറത്ത് ചുറ്റാനാണെന്ന് പറയും. എന്നെ കാണാൻ വരുന്നത് അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളാ. ആ സമയത്ത് അവരുടെ മനസ്സിൽ സ്വന്തം കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ കാണൂ, അല്ലാതെ അനാവശ്യ ചിന്തകളൊന്നും കാണില്ല. അമ്മയാവാത്ത നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അമ്മയാകാത്തതിന്റെ ദേഷ്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയാകാൻ പോകുന്ന പെൺകുട്ടികളോട് ആരാധനയും ഉണ്ട്. വിവാഹം കഴിഞ്ഞ് 4-5 മാസം ആയപ്പോ തന്നെ നിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തൊട്ട് തുടങ്ങിയ കോംപ്ലക്സാ. എന്റെ കുറവ് നിങ്ങളെ വല്ലാതെ ഒലച്ചിട്ടുണ്ട്. ഞാൻ അമ്മയാകാത്തതേ എന്റെ കുറ്റമല്ല. അതിന്റെ പേരിൽ നിന്നെ ഞാൻ എപ്പോഴെങ്കിലും കൊച്ചാക്കിയിട്ടുണ്ടോ? അന്യ പെൺകുട്ടികളുടെ പിന്നാലെ നിങ്ങൾ പോകുന്നത് എനിക്ക് കുറച്ചില്ലല്ലേ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണെന്നോട് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് മനസ്സിലാക്കി തരണം. നിങ്ങൾ ബുദ്ധിമാനായ ഡോക്ടറല്ലേ? എന്റെ കൺമുന്നിലൂടെ അല്ലല്ലോ ഒന്നും ചെയ്യുന്നത്. പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെടും. അയാൾ പോയ സുശീലേട്ടാ? പോയി. അയാളെ എന്തിനാ പറഞ്ഞു വിട്ടേ? ഇന്നലെ എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ മോളെ കാലം നന്നൊന്നുമല്ല. ഓരോരുത്തരിങ്ങനെ ഇറങ്ങിക്കോളും. നല്ല വേഷമൊക്കെ ധരിച്ച് കാറിലാ വരവും. പക്ഷേ ഈ കാറും വേഷമൊക്കെ വാടകയായിരിക്കും. എന്നിട്ട് വീട് കണ്ടുവച്ചിട്ട് പോകും. രാത്രിയിൽ ഒരു 4-5 എണ്ണത്തിനെ കൂട്ടി വരാൻ. അയാളുടെ പേരൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചു, പക്ഷെ അയാൾ പറഞ്ഞില്ല. ചേടാ, ഇത് ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ വന്നപ്പോ മോളുടെ ഫോട്ടോ ചോദിച്ചെന്നാ പറയുന്നു. അത് ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു. അന്യനായ ഒരുത്തന് മോളുടെ ഫോട്ടോ എന്തിനാ? ഇനി അവൻ വരുവാണേ പോലീസിനെ ഒരു അറിയിച്ചേക്കണം. അപ്പൊ പിന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ആവുമല്ലോ. ചിലപ്പോ എന്നെ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും.
പരിചയക്കാരനാണെങ്കിൽ ഇങ്ങനൊന്നും സംസാരിക്കില്ല. ഞാൻ ഈ വീട്ടിലെ കൊച്ചിന്റെ പരിചയക്കാരനാണെന്ന് ആദ്യമേ അങ്ങ് പറയും. എന്താണ് പരിചയമെന്ന് അങ്ങ് വെളിപ്പെടുത്തും. ഇതൊന്നുമില്ല. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് വിടണമെന്ന് കരുതിയതാ. പിന്നെ ഞാനതങ്ങ് വേണ്ടാന്ന് വെച്ചു. കാറിലൊക്കെ വന്നെന്ന് പറയുമ്പോ അയാൾ നമ്മൾ കരുതുന്ന പോലുള്ള ഒരാളായിരിക്കില്ല. എന്റെ കൊച്ച ഇന്നത്തെ കാലത്ത് കാറില്ലാത്തത് ആർക്കാ? ഭിക്ഷ എടുക്കാൻ നടക്കുന്ന ആളുകളുടെ വീട്ടിൽ വരെ 2 കാറ് കിടക്കുക. എന്നിട്ട് സുശീലേട്ടന് കാറ് സ്കൂട്ടറും ഒന്നും ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ മനഃപൂർവ്വം എടുക്കാഞ്ഞിട്ടല്ലേ. ഒരെണ്ണം ഉണ്ടായിരുന്നു, അതങ്ങ് കൊടുത്തു. ഇതൊക്കെ വാങ്ങിയാലേ കീശ കാലിയാവുന്ന അറിയില്ല. ഇപ്പൊ പെട്രോളിനും ഡീസലിനൊക്കെ എന്താ വില? സ്വർണവും പെട്രോളും ഒക്കെ അങ്ങ് നകളിക്കുമല്ലേ. അങ്ങ് പോകുക ഒരാളോടൊന്നും ചോദിക്കാതെ. മനുഷ്യന്റെ കയ്യിലാണെങ്കിൽ കാലണയില്ല. പക്ഷേ ഇതിന് രണ്ടിനും അതൊന്നും ബാധകമല്ല. പിന്നെ പൊന്നും പണം ഉള്ളവർക്കൊക്കെ നല്ല കാലം. എന്നാലും അയാൾ ആരായിരിക്കും? ഞാനൊന്ന് അന്വേഷിക്കണം. വേണ്ട, അയാൾക്ക് എന്നെ കാണണമെങ്കിൽ വീണ്ടും വരും. ഇനി ഇവക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എന്താ സുശീലേട്ടൻ ആലോചിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് 50 വയസ്സ് കാണും. എന്നുവെച്ചാ? ഒന്നുമില്ല. എന്നാ പിന്നെ കാണാം. സുശീലേട്ടാ, എനിക്ക് മനസ്സിലായി നിങ്ങൾ ആലോചിച്ച് എന്താന്ന്. അയ്യോ കൊച്ച, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ഞാൻ അയാളുടെ വയസ്സ് ആലോചിക്കുമായിരുന്നു. 50 കുറയില്ല കേട്ടോ. ഉണ്ണി, വിജിത എവിടെ? അവള് മുറിയിലില്ലേ? ഇല്ല. എന്നാ പിന്നെ വെള്ളം കുടിക്കാനോ മറ്റോ താഴോട്ട് ഇറങ്ങി കാണും. എന്നിട്ട് അവൾ എവിടെ? മോളെ വിജിതേ, മുൻവശത്തെ വാതിൽ തുറന്നിട്ടുണ്ടോന്ന് ഞാനും നോക്കട്ടെ. അങ്ങോട്ട് പോകണ്ട മോനെ. അതെന്താ പോകണ്ടത്തെ? അല്ല, മുൻവശത്തെ വാതില് ഞാനാ തുറന്നിട്ടത്. എന്തിന്? അതെ, അകത്ത് കിടന്നപ്പോ ഭയങ്കര ചൂട്, ഒന്ന് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാ. എന്നിട്ട് മാമി അകത്തുനിന്നാണല്ലോ വന്നത്. സത്യം പറഞ്ഞ ഞാനത് മറന്നുപോയി. ഓ, തലയ്ക്ക് ഭ്രാന്തെടുക്കുന്ന സംഭവങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ഇത്ര മറവി. ഏതായാലും ഞാനൊന്ന് പുറത്തു പോയി നോക്കട്ടെ. വേണ്ട മോനെ, ഏതെങ്കിലും കള്ളന്മാര് വന്ന് തലക്കടിച്ചാലോ? ഒന്നാമതേ ആരൊക്കെയോ ഇപ്പോഴും ജനലിലൂടെ ടോർച്ച് അടിക്കുന്നുണ്ട്. അവന്മാരെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. എന്നാലും അങ്ങനെ ടോർച്ച് അടിക്കുന്ന ആരാണെന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കണം. അവന്മാരുടെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടെങ്കിലേ അവന്മാര് കൊന്നിട്ടേ പോവുള്ളൂ. ആയിക്കോട്ടെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിലും എന്തിനാ അങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ചാരനെ വിട്ടതാണോന്ന് തന്നെയാ ഇപ്പോഴും എന്റെ സംശയം. അങ്ങനെയെങ്കിൽ അയാള് പത്മിനി ചേച്ചിയെ കണ്ടു കഴിഞ്ഞല്ലോ. അതാ എന്റെയും പേടി. കള്ളക്കളി പൊളിക്കാൻ എന്റെ അമ്മ ഉൾപ്പെടെ നടക്കുക. അതുകൊണ്ട് നമ്മൾ പേടിച്ചേ പറ്റൂ. കള്ളക്കളി പൊളിക്കാനാ വന്നതെങ്കിൽ അതിപ്പോ തന്നെ പൊളിഞ്ഞല്ലോ. അവർക്കൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ നല്ല മിടുക്ക. വേണ്ടതൊന്നും ചോദിക്കത്തൂല്ല. വല്ലാത്ത കൂട്ടങ്ങൾ തന്നെ. ഇത്തരക്കാര് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ ശ്രമിക്കൂ. ഭാര്യയും ഭർത്താവും തമ്മിൽ ഉടക്കി നിൽക്കുന്നത് ഇവർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി ഇടാൻ അവർ നോക്കിയത്. അപ്പച്ചിയുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, ഡോക്ടർ അരുന്ധതി. അവർ നിന്നെ കാണാൻ വന്നിരുന്നു. കണ്ണേട്ടനാ? അതെ. ഡോക്ടർ എന്തിനാ കണ്ണേട്ടർ കാണാൻ വന്നേ? അരുണിന്റെ ഏട്ടത്തി ഇപ്പൊ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? അത് ആരാണെന്നറിയോ? ഇല്ല. മറ്റവൻ തന്നെ, ഡോക്ടർ ജീവൻ. കേട്ടപ്പോ ഞാനും ഇതുപോലെ ഞെട്ടി. ഏട്ടത്തിങ്ങനെ അവിടെ എത്തിയേ? അങ്ങേരെ വലിയ പേരെടുത്ത ഡോക്ടറാണല്ലോ. അയാൾക്ക് കുട്ടികളില്ലെങ്കിലും അയാളുടെ ചികിത്സയിൽ പല പെൺകുട്ടികൾക്കും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് കേട്ടറിഞ്ഞ അരുണിന്റെ ഏട്ടനാ അവിടേക്ക് ഭാര്യയും കൂട്ടി പോയത്. എന്നിട്ട് ഏട്ടത്തി അപ്പച്ചിയുടെ മോളാന്ന് അയക്കറിയോ? ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാ ഡോക്ടർ അരുന്ധതി പറഞ്ഞത്. എന്നാലും അവിടെ തന്നെ ഏട്ടത്തി എന്നല്ലോ.
ആര് ജീവനെ കണ്ടാലും കാണാൻ പാടില്ലാത്ത ആൾക്കാരാ ഏട്ടത്തി മാളും ഒക്കെ. അതെ, പക്ഷെ എന്ത് ചെയ്യാനാ, അവര് തന്നെ അവിടെ എത്തപ്പെട്ടത്. എത്ര നാളായിട്ട് ഏട്ടത്തിയുടെ ട്രീറ്റ്മെന്റിന് പോകുന്നതെന്നറിയോ? അതിനെപ്പറ്റി എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ? ഡോക്ടർക്ക് ഒരു പരിധി ഉണ്ടാവില്ല ഓരോന്ന് ചോദിക്കാൻ. ജീവന്റെ വീട്ടിൽ വെച്ച് മഞ്ജുവിനെ അരുന്ധതി കണ്ടു, പക്ഷെ അവള് ഡോക്ടറെ കണ്ടില്ലെന്നാ പറഞ്ഞേ. അതേപ്പറ്റി ജീവനോട് ഡോക്ടർ തിരക്കിയതുമില്ല. മഞ്ജു ദേവയുടെ മോളാണെന്ന് ജീവനോട്ട് അറിയിച്ചതുമില്ല. ആകെ ടെൻഷൻ ആയല്ലോ കണ്ണേട്ടാ. ഇനിയിപ്പോ ഏട്ടത്തി അപ്പച്ചിയുടെ മോളാന്ന് അറിഞ്ഞില്ലെങ്കിൽ ഉടനെ അറിയില്ലേ? ആ, അതിനുള്ള സാധ്യത കൂടുതല. എന്ന് മാത്രല്ല, മഞ്ജു അപ്പച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞാ അതാണ് സ്വന്തം മോളെന്ന് ജീവൻ ചിലപ്പോ കരുതാനുള്ള സാധ്യതയുണ്ട്. അതെന്താ അങ്ങനെ? അതെ, അരുൺ അപ്പച്ചിയുടെ മൂത്ത മോളാണല്ലോ മഞ്ജു. ആ നിലയ്ക്ക് അത് സ്വന്തം മകളാണെന്ന് അയക്ക് കരുതി കൂടെ. ഒന്നാമത് അയാൾ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തില. കണ്ട അനാഥാലയങ്ങളിൽ വരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അന്വേഷണം നടത്തിയാലും പ്രയോജനമൊന്നും ഇല്ലല്ലോ കണ്ണേട്ടാ. അങ്ങനെയെങ്കിൽ മഞ്ജു ആണ് ആ മകളെന്ന് അറിയുന്നതോടെ അതാണ് സ്വന്തം മകളെന്ന് ജീവൻ കരുതും. അതുകൂടാതെ മറ്റൊരു സത്യം കൂടി ഞാൻ അറിഞ്ഞു. മഞ്ജുവിനെ അനാഥാലയത്തിൽ നിന്ന് അരുണിന്റെ അപ്പച്ചി ശരസാറൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണെന്ന്. ജീവൻ തന്നെ എന്നോട് അതും പറഞ്ഞത്. മനസ്സിലായി. അതൊക്കെ അയാള് മനസ്സിലാക്കിയതും പ്രശ്നമാണ്. മഞ്ജുവിനത് അറിയില്ല. ഇനി ജീവനെങ്ങാനും അത് വെളിപ്പെടുത്തിയ അത് മഞ്ജുവിന് താങ്ങാൻ പറ്റില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ അറിഞ്ഞെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും ജീവന്റെ നാട്ടിലേക്കുള്ള വരവ് എല്ലാവർക്കും വല്ലാത്തൊരു ഷോക്കായി. അതിനി വലിയൊരു തകർച്ചയ്ക്ക് കാരണമാവരുത്. അത് പറയാനാ ഞാൻ വന്നത്. സത്യങ്ങൾ, ദേവയുടെ കഴിഞ്ഞ കാലം, അതൊക്കെ മക്കളറിഞ്ഞ പിന്നെ ദേവ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാത്മഹത്യ നമ്മൾ ഭയന്നേ പറ്റൂ. അരുണെന്താ വീണ്ടും വന്നത്? വന്നതല്ലോ, വരുത്തിയതല്ലേ. അല്ല, ഞാൻ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അരുണിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഒന്നും അറിയില്ലെന്ന് അടിച്ചു നടക്കുക. എന്റെ വൈഫിന്റെ സ്വഭാവം എന്താണെന്ന് അന്ന് വന്നപ്പോൾ അരുണിന് മനസ്സിലായതാണല്ലോ. എന്നെ നല്ല സംശയമുള്ള കൂട്ടത്തില എന്റെ ഭാര്യ. അറിയാം, അതിന് അവരെ കുറ്റം പറയണ്ട. അവര് നിങ്ങളെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ സ്വഭാവം തന്നെയാ. വിവാഹം കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് പല സ്ത്രീകളുമായിട്ട് അടുപ്പുണ്ടായി കാണും. അതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാര്യ കൈയോടെ പിടിച്ചും കാണും. ഞാൻ വിവാഹത്തിന് മുമ്പും ശേഷവും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ അപ്പച്ചിയുടെ മനസ്സിൽ കയറാൻ ഒരുമാതിരിപ്പെട്ട ആണുങ്ങൾക്കൊന്നും കഴിയില്ല. അവിടെയാ നിങ്ങൾ കടന്നു കയറിയത്. അപ്പൊ നിങ്ങൾ നല്ല കുറുക്കനാണെന്നുള്ളത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗേറ്റിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. എന്തിനാ അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്? നിങ്ങളെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത്ര വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഭാര്യ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാ. അവർക്ക് ആ സ്വഭാവം ഉണ്ടായത് നിങ്ങളെ വിവാഹം കഴിച്ച ശേഷമായിരിക്കും.